ഹലോ. അപ്പം ഞങ്ങൾ നാട്ടിലെത്തി. രാവിലെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സോ അതൊക്കെ കഴിഞ്ഞു. ഇപ്പം വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഒരു കുട്ടി ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഗ്ലിംസ് ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഞാൻ മറ്റേ വീഡിയോ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് പകുതിയാക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡേ 1 ആണ്. ഐ മീൻ മോർണിംഗ് ആട്ടോ. ഫസ്റ്റ് അന്ന് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു ഫുഡൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞാൻ അമ്മേനെ അത്യാവശ്യം അങ്ങനെ ഇങ്ങനെ സഹായിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്ലെക്സൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം ഒരു ഗംഭീര ഗ്രാൻഡ് പരിപാടി കേട്ടോ. ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല. ലൈക്ക് കല്യാണത്തിന് തന്നെ നല്ല ആൾക്കാരുണ്ടായി. ഇതിനും കൂടി എന്താ 150 സംതിങ് ആൾക്കാരുണ്ടായി. അപ്പോൾ ഇതായിരുന്നു ഒരു സ്റ്റേജ് ഡെക്കർ എന്നൊക്കെ നമുക്ക് വേണം പറയാം. വീട്ടിന് മുന്നിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഗ്രാൻഡ് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബട്ട് എല്ലാം അടിപൊളിയായിരുന്നു. സോ ഇത് എന്താ പറയുക, അങ്ങനെ ഇതായിരുന്നു വരൻ വധു. അപ്പം ഞങ്ങളുടെ ഒരു എൻട്രി ഒക്കെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. ഇതായിരുന്നു എൻ്റെ ഡ്രസ്സും ഔട്ട്ഫിറ്റും പിന്നെ ചേട്ടൻ്റെതും. പിന്നെ എല്ലാവരും കൂടി നല്ലൊരു എന്താ പറയുക സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ആനിവേഴ്സറി ആണെങ്കിൽ പോലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ മെമ്മറി. നല്ല രസമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പേരുണ്ടായി. അങ്ങനെ എനിക്ക് പിന്നെയും എന്താ പറയുക സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം പിന്നെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഈ മുഖത്ത് കാണുന്നത്. ആൻഡ് ഞങ്ങളോട് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര മടിയായിരുന്നു. സോ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പരിപാടി. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. പിന്നെ അച്ഛൻ അമ്മ, ഇത് ചേട്ടൻ്റെ അച്ഛനും അമ്മയും, ആൻഡ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വാവ ആൻഡ് അനിയൻ. പിന്നെ കയറിയതാണ് എൻ്റെ അമ്മ, പിന്നെ അച്ഛനും പിന്നെ എൻ്റെ ചേട്ടനും. അങ്ങനെ അവർ മൂന്നാളാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു കുട്ടി കേക്ക് കൈമാറലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു അവിടെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൊച്ചുകുട്ടി ഒക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞു. എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. നല്ല വിശന്ന് ഇതായിരുന്നു. നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഉണ്ടാക്കിയതാണ് ബിരിയാണി. അപ്പോൾ പിറ്റേ ദിവസമാണിത്. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഗിഫ്റ്റ് അൺബോക്സിങ്. ഞങ്ങൾക്ക് ഒട്ടും ക്ഷമയുണ്ടായില്ല എല്ലാം തുറന്നു നോക്കാൻ. കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടില്ല. ബട്ട് എന്താ പറയുക, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു. എനിക്ക് തന്നെ ഒരു 6 ചുരിദാർ എങ്ങാനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേട്ടനും അതേപോലെ ഡ്രസ്സ്, പിന്നെ ഷോ പീസസ്, കുറേ ഉണ്ണികൃഷ്ണന്മാരൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടിയ ടോപ്സ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോന്ന് പൊട്ടിച്ച് നോക്കാനും നല്ല രസമുണ്ടായി. സോ അതായിരുന്നു അപ്പം അൺബോക്സിങ് ഞാനൊരു ടൈം ലാപ്സ് എടുത്തിട്ട് എനിക്ക് നല്ലോണം ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അതിന് ഞാൻ പറയാം നമുക്ക് ക്ഷമയുണ്ടായില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ടൈം ലാപ്സൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ നോക്കി.
അങ്ങനെ പിന്നെ ഞാനും ചേട്ടനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറി. അത് ഞാനൊരു ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ആനിവേഴ്സറി വ്ളോഗ്. ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ സോ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. എന്താ, നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കൃഷ്ണൻ്റെ ഇതാണ് കിട്ടിയത്, നല്ലൊരു ഉണ്ണിക്കണ്ണൻ. പിന്നെ ഒരു വിഗ്രഹം കിട്ടിയായിരുന്നു. അത് ആണെങ്കിൽ ഞാൻ ഇങ്ങ് ബാംഗ്ലൂരേക്ക് കൊണ്ടുവരികയും ചെയ്തു. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി വ്ളോഗ്. അപ്പം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ഇഫ് യു ലവ് ഇറ്റ്. അപ്പോൾ എൻ്റെ കുട്ടി കുട്ടി മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ആൻഡ് ദിസ് വാസ് ഷോട്ട് ഓൺ December 20th. അപ്പോൾ ശരി, ബൈ.